വ്യഞ്ജനങ്ങൾ വാങ്ങിക്കാൻ റേഷൻ കടകളും മാവേലി സ്റ്റോറുകളും എല്ലായിടത്തും സ്ഥാപിച്ചിട്ടില്ലല്ലോ. അതിനാൽ കൂണുകൾ പോലെ മാർജിൻ ഫ്രീ ഷോപ്പുകളും റീറ്റെയിൽ കടകളും പൊങ്ങിവരുന്നു. ലൈസൻസ് നൽകിയെന്നതിലുപരി ഇവിടെ നിലവാരമുള്ള കൃത്യതൂക്കമുള്ള സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാണോ എന്ന് അധികൃതർ അന്വേഷിക്കാറില്ല. ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കുക എന്നത് കടുത്ത ശിക്ഷയർഹിക്കുന്നു എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. ബാലിശമായ വാദങ്ങൾ ഇവിടെ വിലപ്പോവുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചില്ലെങ്കിൽ ശിക്ഷ ഉറപ്പാക്കാം. കടയുടെ ലൈസൻസ് ആരുടെ പേരിലാണ്, സാധനം വിൽക്കാൻ ഉദ്ദേശിച്ചുള്ളതാണോ എന്നീ കാര്യങ്ങൾ പ്രോസിക്യൂഷന് പ്രധാനമാണ്. അധികൃതരുടെ പാളിച്ചകൾ മൂലം മായം ചേർക്കുന്നവനോ അവൻ രക്ഷപ്പെടുന്നു. കച്ചവടത്തിൽ തകൃതിയായി പുരോഗമിക്കുന്നു. ഹോട്ടലുകളിലും കടകളിലും വിൽക്കാൻ ഉദ്ദേശിച്ച് പ്രദർശിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വ്യാജമാണെങ്കിൽ, അവയിൽ കലർപ്പുണ്ടെങ്കിൽ അവ തടയാൻ കർശനമായ നിയമമുണ്ട്. നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അധികാരങ്ങളുണ്ട്. എന്നാൽ നിയമത്തിന്റെ പഴുതുകൾ നിമിത്തം പലപ്പോഴും കുറ്റവാളികൾ രക്ഷപ്പെടുന്നു.